അഭിമാൻ നൽകിയതിനു ശേഷം ചെടി നന്നായി വളർന്നു. അതായത് ചെടി പച്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കാണാൻ വളരെ നല്ലതായിരുന്നു. ഇത് നൽകിയതിനു ശേഷം തൈകൾ നന്നായി വേരൂന്നി. ഇന്നുവരെ 2 ഏക്കറിൽ രാസവളമോ രാസമരുന്നോ ഉപയോഗിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ചെടി നോക്കൂ, അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. മറ്റു മരുന്നുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നല്ലതാണ്. ഞാൻ തിരുനെൽവേലി ജില്ലക്കാരനാണ്. എന്റെ പേര് മാധവൻ. നിലവിൽ ഞാൻ 4 ഏക്കറിൽ പരുത്തി കൃഷി ചെയ്തിട്ടുണ്ട്. 2 ഏക്കറിൽ ഞാൻ യൂറിയ, പൊട്ടാഷ് പോലുള്ള വളങ്ങൾ രാസരീതിയിൽ ഉപയോഗിച്ചു. മറ്റ് 2 ഏക്കറിൽ ഞാൻ ജൈവരീതിയിൽ അഭിമാൻ കൃഷി ചെയ്തപ്പോൾ ലഭിച്ച ഫലങ്ങൾ വളരെ മികച്ചതാണ്. പ്രാരംഭഘട്ടത്തിൽ ആദ്യ ഡോസായി അഭിമാൻ നൽകാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ചെടി ചെറുതായിരിക്കുമ്പോൾ ഞാൻ അത് നൽകി. 20 ദിവസത്തിനു ശേഷം ഞാൻ വീണ്ടും ഏക്കറിന് 5 ലിറ്റർ എന്ന നിരക്കിൽ അഭിമാൻ നൽകി. 20 ദിവസത്തിനു ശേഷം കള പറിച്ചതിനു ശേഷം നനയ്ക്കുമ്പോൾ ഞാൻ ഏക്കറിന് 5 ലിറ്റർ നൽകി. അതിനുശേഷം ചെടി നന്നായി വളർന്നു. ഈ ഉയരത്തിലെത്തിയ ശേഷം അവർ എന്നോട് ഓർബിക്സ് നൽകാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ ഏക്കറിന് 5 ലിറ്റർ നൽകി. അഭിമാൻ നൽകിയ ശേഷം ചെടിയുടെ വളർച്ച നല്ലതായിരുന്നു. അതായത് ചെടി പച്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വളരെ നല്ലതായിരുന്നു. അടുത്തതായി ചെടി ശക്തമായി വളരുന്നതിനും നല്ല കായ്കൾ ഉണ്ടാകുന്നതിനും ഓർബിക്സ് നൽകാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഓർബിക്സ് നൽകിയ ശേഷം പൂവിടുന്ന ഘട്ടത്തിൽ FL77 നൽകാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അധികം ചൂടില്ലാത്ത സമയത്ത് രാവിലെ 7-നും 8-നും ഇടയിൽ അത് തളിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. രാവിലെ ഏക്കറിന് 15 ടാങ്കുകൾ ഞാൻ തളിച്ചു. അതിനുശേഷം വൈകുന്നേരം 15 ടാങ്കുകളും ഞാൻ തളിച്ചു. 10 ലിറ്റർ വെള്ളത്തിൽ 200 മില്ലി FL77 കലർത്തി പൂക്കളിൽ തളിക്കാൻ അവർ എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അത് ഉപയോഗിച്ചു. ഇത് കൊടുത്തതിനു ശേഷം ചെടി ശരിയായി വേരൂന്നി. 2 ഏക്കറിൽ ഇതുവരെ ഞാൻ രാസവളമോ രാസമരുന്നോ ഉപയോഗിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ചെടി നോക്കൂ, അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റു ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നല്ലതാണ്.